ജനങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് തന്റെ കുടുംബത്തിലുണ്ടായി എന്നതുപോലെ ഓടി നടക്കുന്ന ഒരു MLA ആണ് ടി സിദ്ദിഖ് എന്ന് സന്ദീപ് വാര്യർ. ഒരു 4-5 മണി സമയത്തോ മറ്റോ ആണ് മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് വയനാട്ടിൽ വലിയ ഉരുൾപൊട്ടൽ എന്ന് കാണുന്നത്. ഞാൻ ഏകദേശം രാവിലെ ഒരു 10 മണിയാകുന്ന സമയത്ത് ചൂരൽമലയിൽ എത്തുന്ന സമയത്ത് ഞാൻ കാണുന്നത് ടി സിദ്ദിഖ് MLA നേതൃത്വത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ്. അന്ന് മുതൽ ഒരു മാസത്തിലധികം കാലം അവിടെ തന്നെ ഉണ്ടായിരുന്നു BJPയുടെ അന്നത്തെ റിലീഫ് പ്രവർത്തനങ്ങളുടെയൊക്കെ നേതൃത്വം. എല്ലാ ദിവസം പോകുമ്പോഴും ചൂരൽമലയിലെ തകർന്നു കിടക്കുന്ന സ്കൂളിന് മുന്നിൽ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്ര മൈതാനത്ത് ഒരു ആൽമരം മാത്രം ഇളകിപ്പോകാതെ ബാക്കിയുണ്ട്. ആ ഭാഗത്തായിട്ട് ടി സിദ്ദിഖ് MLA ഉണ്ടാകും. അദ്ദേഹം മുഴുവൻ ചെളിയിൽ പുരണ്ട് MLA എല്ലാ ദിവസവും നിൽക്കണം. ഞാൻ കരുതി ഈ മനുഷ്യന് ഉറക്കമൊന്നുമില്ലേ. പറഞ്ഞു വരുന്നത് ഒരു MLA അവിടെ സംഭവിച്ച ദുരന്തം അത് തന്റെ സ്വന്തം വീട്ടിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു ദുരന്തമായി കണ്ടുകൊണ്ട് അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി നിലയുറപ്പിച്ചതെന്ന് ഞാൻ അത്ഭുതത്തോടു കൂടി കണ്ടുവന്നിട്ടുണ്ട്. അവിടെ വരുന്ന മൃതദേഹങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാ മതവിഭാഗങ്ങളിലെയും ആചാര്യന്മാരെ നിർത്തിക്കൊണ്ട് അദ്ദേഹം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരു മാസക്കാലത്തിലധികം എങ്ങനെയാണ് ദുരന്തഭൂമിയിൽ തന്നെ നിൽക്കാൻ കഴിയുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഡെഡിക്കേഷൻ, ആത്മാർത്ഥത, ജനങ്ങളോടുള്ള ആത്മാർത്ഥത. സാധാരണക്കാരന്റെ കണ്ണീരും മനസ്സും കാണാൻ കഴിയാത്തൊരു സർക്കാരുള്ള നാട്ടിൽ ഇത്തരം ജനപ്രതിനിധികൾ മാതൃകാപരം തന്നെയാണ്.